എല്ലാവർക്കും ഡിജിറ്റൽ മലയാളത്തിൻ്റെ മറ്റൊരു അൺബോക്സിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്. ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇരിക്കുന്ന സാംസങ്ങിൻ്റെ ഗാലക്സി S10 പ്ലസ് എന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സിങ് തുറന്ന് നോക്കാം. എൻ്റെ ഡിവൈസിൻ്റെ ഫസ്റ്റ് ലുക്കും പിന്നെ ബോക്സിൽ എന്തൊക്കെയുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഡിവൈസ്. ട്രിപ്പിൾ പിൻ ക്യാമറ തന്നെയാണ് ഈ ഫോണുകൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പം സെൽഫി ഡുവലാണ്. ഫസ്റ്റ് ലുക്ക് എന്താ പറയുക, പൊളിച്ചു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഡിവൈസ് അവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ബോക്സിൽ ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമുക്ക് ചാർജർ ലഭിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് പറയേണ്ട ആവശ്യമില്ല, ഫാസ്റ്റ് ചാർജർ തന്നെയാണ്. നമുക്ക് തകർപ്പനൊരു ഹെഡ്ഫോൺ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഡേറ്റ യൂസിന് നമുക്ക് മൾട്ടിമീഡിയ പർപ്പസിന് വേണ്ടിയിട്ടൊരു കേബിളും USB കേബിളും ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബോക്സിൽ ഇതിൻ്റെ ഡേറ്റ കേബിൾ ലഭിക്കുന്നുണ്ട്. ഡേറ്റ കേബിൾ ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ്. നമുക്ക് ഈ ഡിവൈസ് ഇപ്പോൾ വന്നതേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ പൊളിക്കുന്നില്ല. നമുക്കല്ലേ ഹെഡ്സെറ്റ് ഒന്ന് ചെക്ക് ചെയ്യാമായിരുന്നു. ഓക്കെ, എടുത്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയാണ് ഇതിൻ്റെ ബോക്സിൽ നമുക്ക് ലഭിക്കുന്നത്. ഹെഡ്ഫോണുകളുണ്ട്, ഒപ്പം ചാർജർ, പിന്നെ നമുക്ക് OTG സപ്പോർട്ടിന് ഒരു ഇത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡിവൈസ്. ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ കൈ ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് ഈ ഡിവൈസ്. കാരണം ഇത് സാംസങ് അവരുടെ 3 കാറ്റഗറി S10, S10 പ്ലസ്, S10e എന്നീ 3 ഫോണുകളാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ S10 പ്ലസ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് ഇറക്കാം. 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയിലാണ് ഈ ഫോണുകൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒപ്പം 19.9 ഡിസ്പ്ലേ റേഷ്യോ ഇതിനുണ്ട്. HDR10 പ്ലസ് സപ്പോർട്ടിലാണ് ഈ ഫോണുകൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഇത് വില കൂടിയ സ്മാർട്ട് ഫോണാണ്, ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണാണ്. സോ അതിനായിട്ടുള്ള എല്ലാ സവിശേഷതകളും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. പിന്നെ ഗൊറില്ല ഗ്ലാസ് 6 നമുക്ക് സംരക്ഷണത്തിന് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എക്സിനോസിൻ്റെ അവരുടെ സ്വന്തം പ്രൊസസ്സറായ എക്സിനോസിൻ്റെ 9820 തന്നെയാണ് ഇതും പുറത്തിറങ്ങിയിരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് 8 GB റാമിൻ്റെ വേരിയൻ്റാണ്. 8 GB റാം പ്ലസ് 128 GB ഇൻ്റർണൽ സ്റ്റോറേജ്. അതോടൊപ്പം മറ്റൊരു വേരിയൻ്റ് കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്, 12 GB 512 GB സ്റ്റോറേജിൻ്റെ. അപ്പോൾ 4100 mAh ബാറ്ററി ലൈഫും ഇത് കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ ക്യാമറകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറയാണ്, 12 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറയാണ്. അതൊരു ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 12 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറയാണ്. 12 പ്ലസ് 16 പ്ലസ് 12 ഇതാണ് ഇതിൻ്റെ ബാക്കിലെ ക്യാമറ. അപ്പോൾ നമുക്ക് സെൽഫി എന്ന് പറയുമ്പോഴത്തേക്ക് ഡുവൽ നൽകുന്നുണ്ട്. നമുക്ക് ഡിസ്പ്ലേക്ക് അകത്തായിട്ട് തന്നെ നമുക്ക് 2 ഡുവൽ ക്യാമറ അവർ നൽകിയിട്ടുണ്ട് S10 പ്ലസിന്. അത് 12 പ്ലസ് 8 10 പ്ലസ് 8 അവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ക്യാമറയുടെ ക്ലാരിറ്റിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ചാൻസേ വേണ്ട. ലൈവ് ഫോക്കസ് ഒരുപാട് ഓപ്ഷനുകൾ അവർ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത പിക്ചറുകളൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എടുത്ത പിക്ചറിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല ക്ലാരിറ്റി തന്നെയാണ് ഇതിൻ്റെ ക്യാമറ കാഴ്ചവെക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ റിവ്യൂ നമുക്ക് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിജിറ്റൽ മലയാളത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും യൂട്യൂബ് പേജിലൂടെയും തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഇതിപ്പോൾ ഒരു അൺബോക്സിങ് മാത്രമാണ് നമ്മൾ ചെയ്തത്, ഒരു ഫസ്റ്റ് ലുക്ക് മാത്രം. അപ്പോൾ ഇത് ആമസോണിൽ ഇപ്പോൾ ഇതിൻ്റെ വേരിയൻറ്റുകൾ പ്രീ ഓർഡറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമസോണിൽ 10e അതായത് ഗാലക്സി 10e വേരിയൻറ്റിന് 55,000 10e വേരിയൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വേരിയൻറ്റുകൾ ഏകദേശം 70 റേഞ്ചിൽ വാങ്ങിക്കാവുന്ന മോഡലിലാണ് S10 പ്ലസ് വേരിയൻറ്റുകൾ. അപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. സാംസങ്ങിൻ്റെ പ്രേമികൾക്ക് തീർച്ചയായിട്ടും നിരാശപ്പെടുത്താത്തൊരു മോഡൽ തന്നെയാണ് സാംസങ്ങിൻ്റെ S10 പ്ലസ് എന്ന സ്മാർട്ട് ഫോൺ. 8 GB റാം വേരിയൻ്റാണ് എൻ്റെ ഇരിക്കുന്നത്. ഒപ്പം ഒരുപാട് കാര്യങ്ങൾ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വയർലെസ് പവർ ഷെയർ ഉണ്ട്, വയർലെസ് ചാർജിങ് ഉണ്ട്, പിന്നെ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. പിന്നെ ക്വാഡ് HD പ്ലസ് ഡൈനാമിക് AMOLED ഡിസ്പ്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ റിവ്യൂവിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ റിവ്യൂ ഉടനെ തന്നെ ഡിജിറ്റൽ മലയാളത്തിൻ്റെ പേജിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്കും അൺബോക്സിങ്ങും മാത്രമാണ് നമ്മളിവിടെ ചെയ്തത്. ചാർജർ മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു സാംസങ് പ്രേമിക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ്
ഈ S10+ എന്ന മോഡൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വലിയ കമൻറ്റുകൾ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.